നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള യാത്രയിലാട്ടോ. പെട്ടെന്നുണ്ടായ തീരുമാനമാണ് ചായ കുടിക്കുക എന്നുള്ളത്. അങ്ങനെ വണ്ടി എടുത്തൊരൊറ്റ പോക്ക് പോന്നു. നമ്മുടെ പുഴേൻ്റെ അടുത്തൊരു ചെറിയ തട്ടുകട പോലെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയൊക്കെ അയച്ച് വണ്ടി എടുത്ത് പോന്ന പുഴയുടെ അങ്ങോട്ട് എത്താനായപ്പോഴേക്കും വണ്ടിത്തെ എണ്ണ കഴിഞ്ഞു. ഞങ്ങൾ നടു റോട്ടിൽ പോസ്റ്റായി. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ ഡാൻസൊക്കെ കളിച്ച് ഏട്ടൻ്റെ കൂട്ടുകാരൻ എണ്ണയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. അതിൻ്റെ ഇടയിൽ കുറേ പേരൻസും കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് വൈകുന്നേരം ആയിട്ട് പുഴയ്ക്ക്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ത്രില്ലായിട്ടോ, എന്താ അവിടെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ സാധാ ഒരു പുഴയാണ്, വെള്ളം കുറവായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കാട്ട തുടങ്ങുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ യാത്ര അങ്ങനെ തുടങ്ങി. അവിടെ എത്താൻ നേരത്തിൻ്റെ പ്രതീക്ഷയുള്ള തെറ്റി ഗൈസ്. അവിടെ തിരക്കുണ്ട്. എന്താ പറയുക, ഇപ്പോൾ അച്ഛച്ചന്മാർ മുത്തശ്ശന്മാരൊക്കെ അല്ലേ, ആ ഒരു ഏജിലുള്ളവരുണ്ട് അവിടെ കഥ പറഞ്ഞ് ചൊറ പറഞ്ഞൊക്കെ ഇരിക്കുന്നത്. പിന്നെ ചെക്കന്മാരുണ്ട്, കുറേ കുട്ടികളും അവരുടെ അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. പുഴയുടെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, വെള്ളമൊക്കെ കുറവാണ്. പക്ഷെ അവിടെ ഓടി കളിക്കുക. പിന്നെ നല്ല ചായ കഴിക്കാം, മുട്ട. ചെന്നപ്പോഴേക്കും ചായക്കടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതാണല്ലോ അവസ്ഥ. അപ്പോൾ അവിടെ നല്ല എന്താ പറയുക, കാന്താരിയും കോഴിമുട്ടയും കൂടെ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. കുറേ ആയി ഞാനിങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ പ്ലാൻ ഇടുന്നു, നടക്കാറില്ല. കാന്താരിന്ന് എവിടെയും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ മുട്ട പുഴുങ്ങി ഉണ്ടായിട്ടൊക്കെ വേണം. അപ്പോൾ ഒരു ചായ വന്നു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മുട്ട വന്നില്ല. പിന്നെ ഏട്ടൻ അവിടുന്ന് സ്വകാര്യമായിട്ടൊരു മുട്ട എന്താ പറയുക ഓംലേറ്റൊക്കെ അടിച്ച് കഴിച്ചിട്ടാ. കുട്ടികൾക്ക് 2 ബൂസ്റ്റും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ വലിയ പുത്രൻ ഒരു കോഴിമുട്ട പുഴുങ്ങിയത് വെറുതെ അങ്ങനെ കഴിച്ചു. പിന്നെ മുട്ട എൻ്റെ വികാരമാണെന്ന് അറിയാലോ, ഐ മീൻ കോഴിമുട്ട കേട്ടോ. അതിൻ്റെ ഇടയിൽ അവർ ഓരോ ഉപ്പിലിട്ട ക്യാരറ്റും ഒക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അത് ഇഷ്ടമല്ല. എനിക്ക് ഉപ്പിലിട്ട മാങ്ങ ഓർ പേരക്ക, അത് രണ്ടല്ലാത്തോട്ട് ചോദിക്കില്ല. അങ്ങനെ കാത്തിരുന്ന് സാധനങ്ങൾ വന്നു. 4 ആദ്യം ഓർഡർ ചെയ്തു. അതിൽ 1 ഏട്ടനും 1 വലിയ പുത്രനും 1 ഞാനും കഴിച്ചു. ചെറിയ ആൾക്ക് വേണ്ടായിരുന്നു. വേള ക്യാരറ്റും കൂടി. ക്യാരറ്റും പിന്നെന്താ ബൂസ്റ്റും, നല്ല കോമ്പിനേഷൻ. അങ്ങനെ ഞാൻ കഴിച്ചിട്ടോ, അടിപൊളിയായിരുന്നു. കുറച്ച് സുർക്കൻ്റെ ഒരു പുളി എക്സ്ട്രാ നിൽക്കുന്ന മാതിരി തോന്നി. പക്ഷെ എന്നാലും ഒരു അടിപൊളിയായിരുന്നു. പക്ഷെ എത്ര എരിഞ്ഞാലും കോഴിമുട്ടല്ലേ ഗൈസ്, ഞാൻ വിടില്ല. അങ്ങനെ 1 എക്സ്ട്രാ വന്നു. അതിൽ പകുതി ഏട്ടനും കഴിച്ചു, പകുതി ആരും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ വായക്കരിയിൽ തുടങ്ങിയിട്ടോ. എന്നാലും ഞാൻ വിട്ടു കൊടുക്കില്ല. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, കുറച്ച് വെള്ളം പറഞ്ഞു. പക്ഷെ വെള്ളം കുറച്ച് കിട്ടാൻ വൈകി. എന്നാലും വിരിഞ്ഞിങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ ഒരു കോഴിമുട്ട കൂടെ പറഞ്ഞു. അതിനതും വന്നു. അതിനതും കൂടെ തട്ടി. അങ്ങനെ ഒരു 2.5 കോഴിമുട്ട ഞാൻ കഴിച്ചു. പക്ഷേ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ ഒരു ആദ്യമൊക്കെ ഞങ്ങൾ വെള്ളമില്ലാത്തപ്പോൾ സ്ഥിരം കുളിക്കാൻ പോണ പുഴയാണ്. ഇവിടുന്ന് കുറച്ചുകൊണ്ട് നടക്കണം എങ്കിലും. പക്ഷെ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു കട നല്ല ഇതുണ്ട്, കച്ചവടമുണ്ട് എന്നൊക്കെയാണ് കേൾവി. കാരണം ഉണ്ട്, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്ത വെള്ളമില്ലല്ലോ. അപ്പോൾ പിന്നെ കുട്ടികൾക്കായിട്ട് കളിക്കാനും ഒക്കെ പറ്റിയൊരു അന്തരീക്ഷമാണ്. വൈകുന്നേരം ചൊറ പറഞ്ഞിരിക്കാൻ വെറുതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു, പുഴേൻ്റെ ഇറങ്ങിയിട്ട് കേട്ടോ. ഏട്ടൻ പറഞ്ഞു കഴിച്ചിട്ട് ഇറങ്ങാമായിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഇരുട്ടായി. പിന്നെ പുഴേൻ്റെ അവിടെ പോയിട്ട് എന്താ ഒന്നും കാണേണ്ടിയില്ല. പിന്നെ കുട്ടികളൊരു വാശിക്ക് കണ്ടൊന്ന് സമാധാനത്തിന് ഇറങ്ങി. കുറച്ച് നേരം മണലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേക്കന്നെ വേഗം ഇരുട്ടായി. പിന്നെ ക്ലിയറൊന്നുമില്ല. പിന്നെ 2 രൂപങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണുന്നുള്ളൂ. അപ്പോൾ പിന്നെ വേഗം അവിടുന്ന് സലാം പറയാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ അക്കരയിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളത്തിന് ആഴമില്ല. അപ്പോൾ അക്കരെ വെള്ളത്തിൽ കൂടെ നടന്ന് വരാം. എന്നിട്ട് അവർ പറയുന്നുണ്ട്, വേഗം കഴിച്ചോ, ഇനി പിന്നെ വരാൻ കഴിയില്ല കേട്ടോ, എന്താ വെച്ചാൽ വേണമെങ്കിൽ കഴിച്ചോളൂ, ഇനി മഴക്കാലമൊക്കെ ആയി അങ്ങോട്ട് വരലടക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മക്കളോട് ഒഴി കളിച്ച് അവർക്ക് വരണം തന്നെയല്ല, കുറച്ച് നേരം കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പീരീഡായാൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ മെയിൻ ചായ കുടിക്കലാണല്ലോ, അത് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ടെന്താ, ഞാൻ പറഞ്ഞു പോവാം നമുക്ക്, പോരുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.